നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിൽ ബിജെപി പ്രവർത്തകയെ പോലീസുകാർ വസ്ത്രം വലിച്ചുകീറി മർദ്ദിച്ചെന്ന് ആരോപണം. കർണാടകയിലെ ഹുബ്ബള്ളിയിൽ ചൊവ്വാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്ത് ബസ്സിൽ കയറ്റിയപ്പോഴാണ് സംഭവം. പുരുഷ വനിതാ പോലീസുകാർ സ്ത്രീക്ക് ചുറ്റും കൂടി നിൽക്കുന്നതിന്റെയും പിടിവലി നടക്കുന്നതിന്റെയും വീഡിയോ പുറത്തുവന്നു. കസ്റ്റഡിയിലെടുക്കുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാർ മർദ്ദിക്കുകയും വസ്ത്രം വലിച്ചു കീറുകയായിരുന്നെന്നാണ് പുറത്തുവരുന്ന വിവരം. കർണാടകയിലെ കേശവ്പൂർ റാണ പ്രദേശത്തെ SIRുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കമാണ് സംഭവത്തിലേക്ക് വഴി തുറന്നതെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസിന്റെ കോർപ്പറേഷൻ അംഗം സുവർണ കൽകുണ്ട്ല നൽകിയ പരാതിയിലാണ് BJP പ്രവർത്തക വിജയലക്ഷ്മി ഹഡിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബിഎൽഒമാരെ സ്വാധീനിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്തെന്നാണ് വിജയലക്ഷ്മിക്കെതിരെ നൽകിയ പരാതി. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകയായ വിജയലക്ഷ്മി അടുത്തിടെയാണ് BJPയിൽ ചേർന്നതെന്നാണ് വിവരം. അതേസമയം BJP പ്രവർത്തക സ്വയം വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയെന്നുവെന്നാണ് ഹുബ്ബള്ളി പോലീസ് കമ്മീഷണർ ശശികുമാർ അറിയിച്ചിരിക്കുന്നത്. 3 കേസുകളാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. പ്രദേശവാസിയായ ഒരാൾ നൽകിയ കൊലപാതക ശ്രമത്തിനുള്ള കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോൾ തന്നെ ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നും അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങളുണ്ടായി. ഒരു പോലീസുകാരനെ അവർ അടിച്ചു. തുടർന്ന് അവർ തന്നെയാണ് സ്വന്തം വസ്ത്രങ്ങൾ വലിച്ചു കീറിയത്. തുടർന്ന് ഒരു വനിതാ പോലീസുകാരിയാണ് അവർക്ക് വസ്ത്രങ്ങൾ നൽകുകയും പ്രദേശവാസികളുടെ സഹായത്തോടെ അവരെ ധരിപ്പിക്കുകയും ചെയ്തത്. പോലീസ് അവരോട് അപമര്യാദയായി പെരുമാറി എന്നത് തീർത്തും തെറ്റാണെന്നും ശശികുമാർ പറഞ്ഞു. കർണാടകയിലെ കേശവ്പൂർ റാണ പ്രദേശത്തെ SIRുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കമാണ് സംഭവത്തിന് കാരണമായത്. കോൺഗ്രസിന്റെ കോർപ്പറേഷൻ അംഗം സുവർണ കൽകുണ്ട്ല നൽകിയ പരാതിയിലാണ് BJP പ്രവർത്തകയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല, അതിന് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതിനുള്ള കാരണവും വ്യക്തമാക്കുന്നുണ്ട്. BLOമാരെ സ്വാധീനിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്തെന്നാണ് വിജയലക്ഷ്മിക്കെതിരെ നൽകിയ പരാതി. സംഭവത്തിൽ ജനുവരി 1 മുതൽ 5 വരെ ഉണ്ടായ മുഴുവൻ സംഭവ വികാസങ്ങളും വിശദമായി പരിശോധിക്കാനും ഡെപ്യൂട്ടി കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായി പോലീസ് കമ്മീഷണർ ശശികുമാർ അറിയിച്ചു. BJP പ്രവർത്തകയെ പോലീസ് വാഹനത്തിൽ കയറ്റുമ്പോൾ വനിതാ പോലീസുകാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വസ്ത്രം ഉരിഞ്ഞതോടെ വേറെ വസ്ത്രം നൽകുകയും ധരിക്കാൻ വനിതാ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ദുരുദ്ദേശത്തോടെയാണെന്നും കമ്മീഷണർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അവർ തന്നെയാണ് സ്വയം അവരുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞതെന്നും, എന്നാൽ തന്റെ വസ്ത്രങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് പോലീസുകാർ മറ്റുള്ളവർ നോക്കി നിൽക്കെ അവരുടെ വസ്ത്രങ്ങൾ പിടിച്ചു കീറുകയെന്നാണ് ഇപ്പോൾ പരാതിക്കാരി ഉന്നയിച്ചിട്ടുള്ളത്.